വണ്ടിയുടെ മുതൽ ആര് തരും എനിക്ക്? അല്ല ചേട്ടൻ ഒരു മിനിറ്റ്, ഞാൻ കച്ചവടത്തിന് എടുത്ത വണ്ടിയാ, അതിന്റെ മുതൽ ആര് തരും എനിക്ക്? ഈ പറയുന്ന നാട്ടുകാർ തരുവാ. ഹലോ, കളർ കോഡ് അപകടം വളരെ ദുഃഖകരമായ സംഭവമാണ്. 6 വിദ്യാർത്ഥികൾ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ്, അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എൻട്രൻസ് എഴുതി കിട്ടി കയറിയതാണ്. അങ്ങനെ 6 പേരാണ് മരണപ്പെട്ടത്. ഓക്കെ, അങ്ങനെ മരണപ്പെട്ടു. വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ചർച്ച ഉയർന്നു വന്ന കാര്യം, ഈ റെന്റ് കാർ കൊടുത്ത അല്ലെങ്കിൽ കാർ റെന്റിന് കൊടുത്ത ഷമീൽ ഖാൻ എന്തോ വലിയ പാതകം ചെയ്ത രീതിയിലാണ് എല്ലാ ചർച്ചകളും വരുന്നത്. ചർച്ചകൾ ഒന്നും റോഡിന്റെ കണ്ടീഷനെ കുറിച്ചോ ലൈറ്റ് ഇല്ലാത്തതിനെ കുറിച്ചോ കാലാവസ്ഥ അങ്ങനെ ആയിരുന്നുകൊണ്ട് സംഭവിച്ച അപകടത്തെ പറ്റിയോ ഒന്നുമല്ല. എല്ലാം പറയുന്നത്, എല്ലാവരും അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത് ഈ റെന്റ് കാർ കൊടുത്ത ആൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നത്തിനും എല്ലാം കാരണം എന്നുള്ള രീതിയിലാണ് ചർച്ചകളെല്ലാം വരുന്നത്. നമുക്ക് എന്തായാലും ഈ കാർ കൊടുത്ത ടവേര ആയിരുന്നു വണ്ടി. 14 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 15 വർഷം വരെ വണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്ത് പിന്നെ 5 വർഷം കിട്ടും. സ്ക്രാപ്പ് പോളിസിയൊക്കെ അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അപ്പൊ അതിനുശേഷം വണ്ടി പൊളിക്കേണ്ടിയൊക്കെ വരും. ഓക്കെ, അപ്പൊ അത് അന്നത്തെ കാര്യമാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. കാരണം അദ്ദേഹം തന്നെ സംസാരിക്കാൻ, കാരണം അദ്ദേഹം പറയുന്നത്, കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വൈകാരികമായി സംസാരിക്കുകയാണ്. കാരണം ഈ അദ്ദേഹം എന്തോ വലിയ കുറ്റം ചെയ്ത രീതിയിലാണ് പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുതൽ ആര് തരും എനിക്ക്? അല്ല ചേട്ടൻ ഒരു മിനിറ്റ്, ഞാൻ കച്ചവടത്തിന് എടുത്ത വണ്ടിയാ, അതിന്റെ മുതൽ ആര് തരും എനിക്ക്? ഈ പറയുന്ന നാട്ടുകാർ തരുവാ. പറയുന്ന എല്ലാവർക്കും പറയാം. അദ്ദേഹം കാരണം അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പ്രതികരിച്ചാണ്, ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർ വന്ന് വണ്ടി ചോദിച്ചപ്പം കൊടുത്തതേ ഉള്ളൂ. ഈ അപകടത്തിൽ മരിച്ച ആളുടെ സഹോദരൻ വിളിച്ച് അദ്ദേഹത്തിനോട് പരിചയമുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ചില ആളുകളെങ്കിലും അദ്ദേഹം എന്തോ വണ്ടി കൊടുത്ത് കുട്ടികളെ കൊന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികതയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നതാണ്. കാരണം നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വാഹനം വാടകയ്ക്ക് കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് അപകടത്തിന് ഒരു ഉത്തരവാദിത്വവുമില്ല. അപ്പോൾ വണ്ടി വാടക കൊടുത്തു, വണ്ടി കണ്ടീഷനിലായിരുന്നു എന്നാണ് RTO ചെക്ക് ചെയ്ത് പറയുന്നത്. ഇപ്പൊ ഇവിടെ വലിയ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം വണ്ടി വാടകയ്ക്ക് കൊടുത്തത് അല്ലെങ്കിൽ വണ്ടി കൊടുത്തു വിട്ടത് ബ്ലഡ് റിലേഷൻസ് രക്തബന്ധത്തിലുള്ള ഒരാൾക്കല്ല. ഇപ്പോൾ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾക്കല്ലാത്ത സ്ഥിതിക്ക് അവിടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവർക്കുള്ള കാശ്, ഇവർക്ക് ഉള്ള വലിയ ബാധ്യത, ഫൈനാൻഷ്യൽ ബാധ്യത ഇദ്ദേഹത്തിന്റെ മുകളിൽ വരും. അത് മാത്രമല്ല, ഈ വണ്ടി ഓടിച്ചിരുന്നപ്പോൾ വണ്ടി 7 പേരുടെയാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 7 സീറ്റർ ആണ്. അപ്പോൾ 7 പേർക്കേ കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ 11 പേരുണ്ടായിരുന്നു. അതും ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടാൻ കാരണമായി. കാരണം 11 പേരുള്ള വണ്ടിയാണ്. ഹൈഡ്രോപ്ലെയിനിങ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. റോഡിന്റെ ഡിസൈനും വണ്ടി ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഡിസൈനൊന്നും അല്ല നമ്മുടെ റോഡിന്. അത് മാത്രമല്ല, ലൈറ്റും ഉണ്ടായിരുന്നില്ല അവിടെ വേണ്ട രീതിയിലുള്ള. നമ്മൾ ലൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിയിലെ വൈറ്റില ജംഗ്ഷൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ, ഏറ്റവും കൂടുതൽ വണ്ടികൾ ക്രോസ് ചെയ്യുന്ന ജംഗ്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ആ വൈറ്റില ജംഗ്ഷനിൽ പോലും 2 ദിവസം മുമ്പ് വരെ ഒറ്റ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അത് ഫ്ലൈ ഓവറിലാണെങ്കിലും താഴെയാണെങ്കിലും ഒറ്റ ലൈറ്റും ഇല്ല. അവിടെയുള്ള കടക്കാരുടെ ഔദാര്യം കൊണ്ട്, ആ കടകളിലെ ലൈറ്റ് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ വെട്ടം ഉണ്ടായിരുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് കത്തി കിടക്കുന്നുണ്ട്. എത്ര ദിവസം വരെ ആ KCB അത് കത്തിച്ചിടുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ ലൈറ്റുകളുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാണ്. അതുപോലെ തന്നെ റോഡുകൾ ഒരു ടെക്നിക്കൽ ഡിസൈനും ഇല്ല, ഒരു അതിന് വേണ്ട രീതിയിലുള്ള ഡിസൈൻ ഒന്നും ഇല്ലാത്ത റോഡുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ട്, പടച്ചതമ്പുരാനെ വിളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടുത്തെ റോഡുകളിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ 7 പേർ കയറേണ്ട വണ്ടിയിൽ 11 പേരുണ്ടായിരുന്നു. സ്പീഡ് അധികം കൂടുതൽ ഉണ്ടായതായിട്ട് കാണുമ്പോൾ തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ടെക്നിക്കൽ റിപ്പോർട്ടും വരുന്നത്, വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൈഡ്രോപ്ലെയിനിങ് സംഭവിച്ചു, മഴയുണ്ടായിരുന്നു, കാഴ്ചക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ വിസിബിലിറ്റി കുറഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ സംഭവിക്കാം. അത് മാത്രമല്ല, ഈ ഡ്രൈവ് ചെയ്യുന്ന കുട്ടിക്ക് 19 വയസ്സുകാരന് 5 മാസം മുമ്പ് മാത്രമാണ് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ പക്ഷേ ആൾക്കാരുടെ ചർച്ചകളെല്ലാം ചെന്ന് നിൽക്കുന്നത് ഷമീൽ ഖാനിലാണ്. അയാൾ വണ്ടി വാടകയ്ക്ക് കൊടുത്ത് എന്തോ കുറ്റം ചെയ്യുന്നു. ഇയാൾ വണ്ടി വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അവർ വേറെ എവിടെന്നെങ്കിലും എടുത്തേനെ. അത് ഇദ്ദേഹം പറയുന്ന അനുസരിച്ച്, ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഈ മുഹമ്മദ് ജബ്ബാറിന്റെ സഹോദരൻ വിളിച്ചു പറഞ്ഞു അവന് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വണ്ടി കൊടുത്തത്. വണ്ടി ഓടിച്ച വേറൊരു കുട്ടിയാണ്, പക്ഷേ മുഹമ്മദ് ജബ്ബാറിനാണ് ഈ വണ്ടി കൊടുത്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ മുകളിലുള്ള ഒരേ ഒരു കുറ്റം, ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് റെന്റ് കാർ നടത്താനുള്ള ലൈസൻസ് ഇല്ലാഞ്ഞിട്ടും നടത്തി എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഇദ്ദേഹം അവരെ കൊല്ലാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവരിവിടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലല്ലോ വണ്ടി കൊടുക്കുന്നത്. കുട്ടികൾ വന്ന് ചോദിച്ചു, അദ്ദേഹം 1000 രൂപ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ്, അങ്ങനെയല്ല കടം വാങ്ങിയതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ 1000 രൂപ വാങ്ങാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും അദ്ദേഹം അത് കൊടുത്തത് ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചുകൊണ്ടോ 7 പേരിൽ കൂടുതൽ കയറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഒന്നും അല്ലല്ലോ. 3 പേർ മാത്രമാണ് അവിടെ വീട്ടിൽ വന്നതെന്നാണ് പറയുന്നത്. ബാക്കി കൂടെ കേൾക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ പരിശോധിച്ചപ്പോൾ അത് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണെന്ന് ആർ ടി ഒ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ചേട്ടൻ്റെ വിഷമം മനസ്സിലാവും. സത്യത്തിൽ ഈ ഒരു സംശയം അതായത് നമ്മുടെ ഒരു അതൊക്കെ മനസ്സിലായി. പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതെ, നിങ്ങൾ പറ. ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്. സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കുന്നത് തെറ്റാന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? ഈ ലൈസൻസ് എന്ത് ഉണ്ടാക്കന്മാരെ അവന് ലൈസൻസ് കൊടുത്ത് ഓടിച്ചവന്? അവൻ ലൈസൻസ് കൊടുത്ത് സർക്കാരിന് ഒരു കുറ്റവും ഇല്ല. വണ്ടി ഓടിക്കാൻ അറിയാൻ നോക്കിയിട്ടാണ് ലൈസൻസ് കൊടുക്കാൻ. വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവുന്ന പരിശോധിച്ചിട്ട് മാത്രം ലൈസൻസ് കൊടുക്കുക. ഇത് പോക്കറ്റിന് അറിയാം പൈസ മേടിച്ചിട്ട് കണ്ടതിന് ലൈസൻസ് എടുത്ത് കൊടുത്തേക്കുക. അല്ലാതെ പോട്ടെ, എന്താ അത് തെറ്റില്ലേ? പിന്നെ ചേട്ടനെ ഓടിക്കാൻ അറിയാൻ ഓടിച്ചിട്ട് പേരിൽ മാത്രമാണ് ആക്സിഡന്റ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവുന്നത്, നമ്മളൊരു 1000 രൂപ ചേട്ടൻ്റെ ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണ് സംഭവം? ചേട്ടാ, എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് മുഹമ്മദ് ജബ്ബാർ എന്നോട് പറഞ്ഞു, ഇക്ക ഒരു 1000 രൂപ ഉണ്ട്, എനിക്ക് അക്കൗണ്ടിൽ ഇട്ടതാ, എനിക്ക് കയ്യിലോട്ട് പൈസ ഇട്ടതാ, ഞാൻ ആ ഇക്കാക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്മൾ എന്തിനാ മോനെ? സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി കൊടുക്കുന്ന ഒരു കുറ്റമല്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയിലാണ് ലൈസൻസ് എടുക്കാൻ ഏറ്റവും എളുപ്പം. വളരെ സംവാട്ട് സിമ്പിൾ തന്നെയാണ് ഇന്ത്യയിലെ ലൈസൻസിങ് പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ ലൈസൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര, ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈസിയാണ്. നമ്മൾ ഫോറിനുള്ള ഒരു കൺട്രിയിൽ പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ കൊടികുത്തി വാഴുന്ന ഡ്രൈവർമാർ പോലും ഫോറിൻ, നമ്മുടെ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ പോലും ദുബായിലൊക്കെ ചെന്നിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ അമ്പെ പരാജയപ്പെടാറുണ്ട്. 3-4 തവണ ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർക്കൊക്കെ ലൈസൻസ് കിട്ടുന്നത്. അവിടെയൊക്കെ സ്പീഡ് ലിമിറ്റ് കുറച്ചുകൂടെ മുകളിലാണ്, പക്ഷെ അവിടുത്തെ റോഡുകളും നല്ലതാണ്. ഇവിടെ റോഡുകളും നല്ലതല്ല, സ്പീഡൊക്കെ ഏകദേശം അതേ സ്പീഡിൽ തന്നെ പോകാറുമുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. അതിനെയും കുറച്ചുകൂടെ ടൈറ്റ് ആക്കാന്ന് വെച്ചാൽ ആൾക്കാർ സമ്മതിക്കത്തില്ല, ഡ്രൈവിംഗ് സ്കൂളുകാർ സമ്മതിക്കത്തില്ല. എല്ലാവരും കൊടിയും പിടിച്ച് സമരത്തിന് ഇറങ്ങും. അപ്പൊ ഗതാഗത മന്ത്രിയും പറയും ഓക്കെ പഴയത് തന്നെ മതിയെന്ന്. അപ്പൊ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് അധികം പഠിക്കാതെ വെറും എച്ച് മാത്രം എടുത്ത് പിന്നെ കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് കാണിക്കുന്നവർക്കെല്ലാം ലൈസൻസും കിട്ടും. അവർ ഇതുപോലുള്ള പരിപാടിയിൽ ഏർപ്പെടും, ആക്സിഡൻസും കൂടും. അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ആ ചോദ്യം വളരെ കറക്റ്റ് ആണ്. ഈ ലൈസൻസ് കൊടുത്തവർ എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ലൈസൻസ് കൊടുത്തത്? രണ്ടാമത്, സിനിമയ്ക്ക് പോകാൻ വേണ്ടി കുറച്ച് വിദ്യാർത്ഥികൾ വന്ന് വണ്ടി വെച്ചു, അവർ മദ്യവെച്ചിരുന്നില്ല. മദ്യവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയുള്ള പിള്ളേരായിരുന്നെങ്കിൽ ഞാൻ വണ്ടി കൊടുക്കത്തില്ലായിരുന്നു. മദ്യപിക്കാത്ത പിള്ളേരായിരുന്നു, അവർ ലൈസൻസ് ഉള്ളവരായിരുന്നു, വണ്ടിയും കണ്ടീഷനിലായിരുന്നു. പക്ഷേ വിധി വേറെ രീതിയിലായിരുന്നു. വിധി ഇത് സംഭവിക്കായിരുന്നു. അന്ന് ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ 11 കുട്ടികൾ സിനിമയ്ക്ക് പോയേനെ, സിനിമ കണ്ടിട്ട് തിരിച്ചും വന്നേനെ. പക്ഷേ കാലക്കേടെന്നല്ല എന്ന് പറയാൻ, ഷമിൽ ഖാന്റെ സമയം മോശമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള വണ്ടിയാണ്, ഫുൾ കവർ ഇൻഷുറൻസ് ഇല്ല, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ടവർക്ക് എവിടെ നിന്ന് കാശ് കൊടുക്കും? സാമ്പത്തിക ബാധ്യത ആരുടെ മുകളിൽ വരും എന്നൊരു ചോദ്യമുണ്ട്. ഇൻഷുറൻസുകാർ 5 പൈസ കൊടുക്കത്തില്ല. അതെല്ലാം ബാധ്യത ഇദ്ദേഹത്തിന്റെ മുകളിൽ വരാനാണ് സാധ്യത. ഈ വിദ്യാർത്ഥികളുടെ ഫാമിലി കേസ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിലും ഇദ്ദേഹത്തിന് ഇത് ഏൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും ഇപ്പോൾ തൽക്കാലം കാണുന്നില്ല. എന്തോ വഴിയുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞു കൊടുക്കായിരിക്കും. അദ്ദേഹം പറയുന്നത് ഗൂഗിൾ പേയിൽ കിട്ടിയ കാശ് ഈ പയ്യൻ കടം മേടിച്ചത്, കാശ് ഹാർഡ് ക്യാഷ് മേടിച്ചിട്ട് തിരിച്ച് ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുത്തതാണ് എന്നാണ്. അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ ഇത്രയും ക്രൂശിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരാളെ അപകടത്തിലേക്ക് തള്ളിവിടുക, നീയൊക്കെ പോയി ഇങ്ങനെ ആവടാ എന്ന് പറഞ്ഞ് തള്ളിവിട്ടതൊന്നുമല്ല. അദ്ദേഹം അറിഞ്ഞതേ ഇല്ല, സ്വപ്നേബി വിചാരിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ലൈസൻസ് ഉള്ള ഒരാൾക്കാണ്, അല്ല പിള്ളേർക്കല്ല വണ്ടി കൊടുത്തത്. 19 വയസ്സേ ഉള്ളൂ. പക്ഷെ അവർ 18 വയസ്സിനുള്ള മുകളിലുള്ള ആർക്കും ലൈസൻസ് എടുക്കാം, വണ്ടി ഓടിക്കാം, ഒരു പ്രശ്നവും. അപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾക്ക് തന്നെയാണ് വണ്ടി കൊടുത്തത്. അപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇത്രയും ക്രൂശിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.